സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എല്ലാ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഓൾറെഡി കീനായിട്ട് പല കാര്യങ്ങളും നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവായി കൂടെ നിന്ന് ബിസിനസ് ചെയ്യുന്നവരാണ്. നിങ്ങൾ കഴിഞ്ഞ നേരത്തെ നാസർക്കൊക്കെ പറഞ്ഞ പോലെ കഴിഞ്ഞ 10-ാം തീയതി മാസം 10-ാം തീയതി തൊട്ട് വിഡ്രോവലിന്റെ അല്ലെങ്കിൽ മെയിൻ വാലറ്റിലുള്ള ബാലൻസ് ക്യാപിറ്റൽ പോലും കിട്ടാത്ത 100% ക്യാപിറ്റൽ പോലും കിട്ടാത്തവർക്ക് മെയിൻ വാലറ്റിലുള്ള 10% വെച്ച് വിഡ്രോവൽ എല്ലാ ആഴ്ചകളിലും ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും തന്നെ അത് എടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അടുത്തതായി മെയ് 25-ാം തീയതിയാണ് ഫേസ് 1-ലെ P2P ഓപ്ഷൻ ത്രൂ നമ്മൾ അടുത്ത വിഡ്രോവലിന്റെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മുടെ ടീം അതിന്റെ പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് എടുക്കാനുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പക്ഷേ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. പ്രയോറിറ്റി ബേസിൽ എങ്ങനെയായിരിക്കും ഇതിന്റെ വിഡ്രോവൽ മെത്തേഡ്സ് അല്ലെങ്കിൽ എന്തായിരിക്കും ഏത് രീതിയിലായിരിക്കും അത് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതൊക്കെയും അടുത്ത സൂം മീറ്റോട് കൂടി തന്നെ മാക്സിമം നിങ്ങളെ എല്ലാവരിലേക്കും അറിയിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കൃത്യമായ രീതിയിൽ തന്നെ എല്ലാവർക്കും കൃത്യമായ ഒരു ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ അപ്പോഴേക്കും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ അതിന്റെ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ എല്ലാവരും കണ്ടു കാണും, പുതിയ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഒക്കെ നമ്മുടെ അപ്പെക്സിന്റെ ഇതിനകത്തേക്ക് വരുന്നുണ്ട്. ഫേസ് 2-ലെ സെൻട്രലൈസ്ഡുമായിട്ടുള്ള രീതികളിൽ എല്ലാവരും കണ്ട് ബോധ്യപ്പെട്ട് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, ഒരു ഫ്രഷ് കമ്മ്യൂണിറ്റി, ഒരു പുതിയ കമ്മ്യൂണിറ്റി, വലിയൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ട്. എല്ലാവർക്കും തന്നെ അത് കാണാനും സാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇനി ഉണ്ടാകാൻ പോകുന്ന യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ ഞാൻ ആദ്യം, അതായത് എനിക്ക് തോന്നുന്നു ഒരു മാക്സിമം 7 ദിവസത്തിലുള്ള ആദ്യത്തെ യൂട്ടിലിറ്റി പ്രോജക്റ്റായ ബെറ്റിങ്ങിന്റെ പ്ലാറ്റ്ഫോം നമ്മുടെ ഇതിൽ ലൈവ് ആവുമായിരിക്കും. ആദ്യമേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനല്ല ഇത് ഉപയോഗപ്പെടാൻ പറ്റുന്ന. പലരും ചോദിച്ചു കേട്ടു, ഞങ്ങൾക്ക് ആ പ്ലാറ്റ്ഫോമിൽ കൊണ്ട് ഞങ്ങൾക്ക് എന്താണ് പ്രയോജനം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ച പലരും ഉണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കമ്മ്യൂണിറ്റിക്ക് ആ പ്ലാറ്റ്ഫോമിലുള്ള അല്ലെങ്കിൽ ആ ബെറ്റിംഗ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇത്തരം ബാക്കിയുള്ള യൂട്ടിലിറ്റി പ്രോജക്റ്റുകൾ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമുകളിലുള്ളവർക്കാണ് നമ്മുടെ അപ്പെക്സിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയാണ് നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയാണ് നമ്മളിലേക്ക് വരാൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളൊക്കെ വരുമ്പോൾ തന്നെ ഇപ്പോ ഞാൻ പലപ്പോഴും പല സാഹചര്യങ്ങളും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മേടിച്ചു വെക്കാൻ ടോക്കണിന്റെ പ്രൈസ് ഇന്ന് എനിക്ക് തോന്നുന്നു 4 സെന്റ് കാണാൻ തോന്നുന്നു. അപ്പോ ഇന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇത് മേടിച്ചു വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യം. താല്പര്യപ്പെടുന്നവർ എല്ലാവരും ഒരു ക്രിപ്റ്റോ എന്ന് പറയുന്ന ക്രിപ്റ്റോ ട്രേഡിംഗ് അങ്ങനെ തന്നെയാണ്, പ്രൈസ് കൂടാൻ കുറയാൻ അത് സ്വാഭാവികമായിട്ടും ഒരു ക്രിപ്റ്റോ ട്രേഡിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ടോക്കൺ മേടിച്ചു വെക്കാം. നാളെ ഉറപ്പായിട്ടും നാളേക്ക് ഇതിന്റെ പ്രൈസ് കൂടുന്നതായിരിക്കും. പുതിയ പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ഓരോ അപ്ഡേഷൻസും കഴിയാവുന്ന രീതിയിൽ എല്ലാവരിലേക്കും നമ്മുടെ സൈറ്റിലും ഇനി കാണുന്നതായിരിക്കും. എന്നാലും കഴിയാവുന്ന രീതിയിൽ വരുന്ന യൂട്ടിലിറ്റി പ്രോജക്റ്റുകളുടെ അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ പറഞ്ഞ ആദ്യത്തെ യൂട്ടിലിറ്റി പ്രോജക്റ്റ് ഓപ്ഷൻ നമ്മുടെ ആ പ്ലാറ്റ്ഫോം നമ്മുടെ ലൈവ് ആവുന്നതായിരിക്കും. അപ്പെക്സ് ടോക്കണിന്റെ പ്ലാറ്റ്ഫോമിൽ ഈ യൂട്ടിലിറ്റി പ്രോജക്റ്റ് ലൈവ് ആവുന്നതായിരിക്കും. പിന്നാലെ തന്നെ ഈ മാസം തന്നെ ബാക്കിയുള്ള മൊത്തം 3 യൂട്ടിലിറ്റി പ്രോജക്റ്റുകളാണ് പറഞ്ഞത്. ഈ മാസം തന്നെ ആ യൂട്ടിലിറ്റി പ്രോജക്റ്റുകളും ലൈവ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് യൂട്ടിലിറ്റിയായിട്ട് ബന്ധപ്പെട്ട പുതിയ പ്രോജക്റ്റുകളുടെ അപ്ഡേറ്റും നിങ്ങളെ അടുത്ത സൂമിനുള്ളിൽ തന്നെ അറിയിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ 365 ദിവസം കഴിഞ്ഞവർക്ക് ഇനി തൊട്ട് നാളെ മുതൽ ട്രോൺ നെറ്റ്വർക്ക്, നമ്മൾ 365 ദിവസം പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാർക്ക് നാളെ മുതൽ അവർക്ക് ട്രോൺ നെറ്റ്വർക്കിലുള്ള നമ്മുടെ അപ്പെക്സ് ടോക്കൺ ഹോൾഡ് ചെയ്യാനും അല്ലെങ്കിൽ അവൈലബിൾ ആവാനുള്ള ഓപ്ഷൻ നാളെ മുതൽ നമ്മുടെ സൈറ്റിൽ ഓപ്പൺ ആയിരിക്കും. 365 ദിവസവും കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്കാണ് അത് അവൈലബിൾ. അതെ, ഇപ്പൊ നിലവിലെ BP നെറ്റ്വർക്കിലുള്ള നമ്മുടെ ടോക്കൺ ഫേസ് 2-ലെ സ്റ്റേക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉള്ള പോലെ തന്നെ ഈ ട്രോണിന്റെ നെറ്റ്വർക്കിലുള്ളതിലും സ്റ്റേക്കിംഗ് ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഈ സൈറ്റിൽ നിന്ന് ട്രോൺ നെറ്റ്വർക്കിലുള്ള ടോക്കൺ, അതായത് 365 ദിവസവും കംപ്ലീറ്റ് ചെയ്തവർക്ക് അത് എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ലൈവ് ആക്കുന്നതായിരിക്കും നാളെ മുതൽ. അതെല്ലാവരും എങ്ങനെ ചെയ്യണം എന്നുള്ള കൃത്യമായ ഡീറ്റെയിൽസും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും.
അപ്പോൾ ഒരുവിധം ഐ തിങ്ക് ഞാൻ ഒരുവിധം കാര്യങ്ങൾ അറിയിച്ചു എന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങളുടെ അതാത് ലീഡേഴ്സ് കാര്യങ്ങളെല്ലാവരും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒരുവിധം തന്നെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. സോ ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.